എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻ്റൽ സെൻറ്ററിൻ്റെ ഈ ഓഡിയോ ടാപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷംന, സൈക്കോളജിസ്റ്റ്. ശബ്ദം നൽകിയത് നുസ്രത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്കണ്ഠാസംബന്ധമായ മാനസികാരോഗ്യ അവസ്ഥയെക്കുറിച്ചാണ്. സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ, സാധാരണയായി SAD എന്ന് അറിയപ്പെടുന്നത്. ഈ വിഷയം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രധാനമാണ്. കാരണം കുട്ടിയുടെ വേർപിരിയൽ ഭയം ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് വീട്ടിലും സ്കൂളിലുമാണ്. ഒരു നിമിഷം ചിന്തിക്കൂ. ഒരു കുട്ടി ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ കരയുന്നു. മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുമ്പോൾ അതിയായ ഭയം കാണിക്കുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അച്ഛൻ തിരികെ വന്നില്ലെങ്കിൽ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഇത് നമുക്ക് സാധാരണ കുട്ടിക്കാല ഭയമായി തോന്നാം. അതെ, ചെറിയ കുട്ടികളിൽ വേർപിരിയൽ ഭയം സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് 2 മുതൽ 4 വയസ്സുവരെയുള്ള കുട്ടികളിൽ ഇത് വളർച്ചയുടെ ഭാഗമാണ്. ഈ പ്രായത്തിൽ കുട്ടി തൻ്റെ പ്രധാന പരിചരണക്കാരെ സുരക്ഷയുടെ കേന്ദ്രമായി കാണുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഭയം പ്രായത്തിന് അനുപാതമല്ലാത്തതാണോ? ഇത് ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? 5, 6, 7 വയസ്സുകൾ കഴിഞ്ഞിട്ടും കുട്ടി സ്കൂളിലേക്ക് പോകാൻ തീവ്രമായി വിസമ്മതിക്കുകയോ ഉറങ്ങാൻ കഴിയാതിരിക്കുകയോ മാതാപിതാക്കളെ വിട്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്നത് കുട്ടിക്ക് തൻ്റെ പ്രധാന പരിചരണക്കാരിൽ നിന്ന് വേർപെടേണ്ടി വരുന്ന
സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്ന അമിതവും നിയന്ത്രിക്കാനാവാത്തതുമായ ഭയമാണ്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 4 മുതൽ 8% വരെ കുട്ടികളിൽ ഈ അവസ്ഥ കാണപ്പെടുന്നു. അതായത് ഇത് അപൂർവമായ ഒരു പ്രശ്നമല്ല. SAD ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ നോക്കാം. മാതാപിതാക്കളിൽ നിന്ന് വേർപെടുമ്പോൾ അതിയായ കരച്ചിൽ, വീണ്ടും വീണ്ടും അവർക്കെന്തെങ്കിലും അപകടം സംഭവിക്കും എന്ന ആശങ്ക, സ്കൂളിലേക്ക് പോകാൻ ശക്തമായ എതിർപ്പ്, ഒറ്റയ്ക്ക് ഉറങ്ങാൻ ഭയം, ഭീകര സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് വേർപിരിയലുമായി ബന്ധപ്പെട്ടത്, വയറുവേദന, തലവേദന, ഛർദി പോലുള്ള പരാതികൾ, പലപ്പോഴും മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായ കാരണമൊന്നും കണ്ടെത്താനാകില്ല. എന്നാൽ കുട്ടിയുടെ വേദന യഥാർത്ഥമാണ്. ഇവ ഒരു 2 ദിവസം മാത്രം കാണിച്ചാൽ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഈ ലക്ഷണങ്ങൾ കുറഞ്ഞത് 4 ആഴ്ചകളെങ്കിലും തുടർച്ചയായി കാണപ്പെടുകയും സ്കൂൾ, ഉറക്കം, കളി, സൗഹൃദങ്ങൾ എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഗൗരവമായി കാണണം. ഒരു ചെറിയ ഉദാഹരണം. ഒരു 6 വയസ്സുകാരി ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകാൻ കരയുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വയറുവേദന പറയുന്നു. മാതാപിതാക്കൾ പല ഡോക്ടർമാരെയും കണ്ടു. പരിശോധനകളിൽ ശാരീരിക പ്രശ്നമൊന്നും കണ്ടെത്താനായില്ല. പക്ഷേ കുട്ടിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് സ്കൂളിൽ പോയാൽ അമ്മയെ കാണാൻ കഴിയില്ല.
അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ താൻ കൂടെയില്ല എന്ന ഭയമാണ്. ഇവിടെ പ്രശ്നം വയറുവേദനയല്ല, അത് ഒരു ഉത്കണ്ഠയുടെ പ്രകടനമാണ്. എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം? SAD കുട്ടിയുടെ പഠനത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കാം. ആവർത്തിച്ചുള്ള സ്കൂൾ അഭാവം അക്കാദമിക് പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകും. കൂട്ടുകാരുമായുള്ള ഇടപെടലുകൾ കുറയാം. കുട്ടി കൂടുതൽ ആശങ്കയുള്ളവനായി മാറാം. ദീർഘകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സമയത്ത് തിരിച്ചറിയാതെ വിട്ടാൽ പിന്നീട് മറ്റ് ഉത്കണ്ഠാ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിക്കാമെന്നതാണ്. അതുകൊണ്ട് തന്നെ വളർന്നാൽ മാറും എന്ന് കരുതി നീട്ടിവെക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതല്ല. പ്രധാനമായി ഓർക്കേണ്ടത് ഇത് കുട്ടിയുടെ തെറ്റല്ല, ഇത് നാടകമല്ല, ഇത് ദൗർബല്യമല്ല. കുട്ടി യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണ്. അതിനാൽ ഇത് ഒന്നുമല്ല, വലിയ കുട്ടിയല്ലേ എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് ഒഴിവാക്കണം. കുട്ടിയുടെ ഭയം ചെറുതാക്കി കാണുന്നത് അവരുടെ ആശങ്കയെ കൂടുതൽ ശക്തമാക്കാം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് കുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ ആവർത്തിക്കുകയാണോ എന്ന് വിലയിരുത്തുക. ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കുട്ടി സ്കൂളിലേക്ക് പോകാൻ സ്ഥിരമായി വിസമ്മതിക്കുകയോ ശാരീരിക പരാതികൾ ആവർത്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് അവഗണിക്കരുത്. അധ്യാപകർക്ക് സ്കൂൾ ഹാജർ മാതൃക ശ്രദ്ധിക്കാം. മാതാപിതാക്കൾക്ക് വീട്ടിലെ ഉറക്കവും പെരുമാറ്റവും നിരീക്ഷിക്കാം. സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഒരു യഥാർത്ഥ മാനസികാരോഗ്യ അവസ്ഥയാണ്. സമയത്ത്
തിരിച്ചറിയുന്നത് അത്യന്തം പ്രധാനമാണ്. ലക്ഷണങ്ങൾ സ്ഥിരമായി തുടരുകയാണെങ്കിൽ ഒരു യോഗ്യനായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുക. ശരിയായ വിലയിരുത്തൽ മാത്രമാണ് ഇത് സാധാരണ വികസനഘട്ടമാണോ അല്ലെങ്കിൽ SAD ആണോ എന്ന് വ്യക്തമാക്കുന്നത്. സഹായം തേടുന്നത് ഒരു ദൗർബല്യമല്ല, അത് ഒരു ഉത്തരവാദിത്തമാണ്. കുട്ടിയുടെ ഭയം കേൾക്കപ്പെടണം, അത് മനസ്സിലാക്കപ്പെടണം, അത് ഗൗരവമായി കാണപ്പെടണം. സമയത്ത് ഇടപെടുന്നത് കുട്ടിയുടെ ഭാവിയെ സംരക്ഷിക്കും. നന്ദി.